ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് RRB JEE എക്സാമുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനാണ്. അതായത് RRB JEE എക്സാമിന് വേണ്ടിയൊക്കെ നിങ്ങളെല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് മോട്ടിവേഷൻ കിട്ടുന്നതിന് വേണ്ടി RRB JEEയുടെ ഏറ്റവും പുതിയ റിവൈസ്ഡ് ആയിട്ടുള്ള സാലറി സ്ട്രക്ചർ നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ നമ്മളൊരു ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം സാലറി കിട്ടും, നമ്മുടെ ആ ഒരു ജോബിന്റെ സ്റ്റാറ്റസ് എന്തായിരിക്കും തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലേക്ക് വരണം. അതായത് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ കേൾക്കുന്ന സമയത്ത് നമ്മൾക്ക് ഉണ്ടാവുന്ന സാധ്യതയുള്ള ഡിസ്ട്രാക്ഷൻസ് നമുക്ക് പരമാവധി എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും അല്ലെ. നമുക്ക് ഈ എക്സാമിലേക്ക് കൂടുതൽ ഫോക്കസ് ലഭിക്കും അല്ലെ. പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്കറിയാം ഈ എക്സാം എന്ത് ചെയ്തിട്ടുണ്ട്, പ്രതീക്ഷിച്ചതിലും ഡിലേ ആയിട്ടാണ് നടക്കാൻ പോകുന്നത്. അതായത് ഒരു ഫെബ്രുവരി മാർച്ചിലെങ്കിലും നമ്മൾ പരീക്ഷ നടക്കുന്ന അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുമെന്ന് പ്രതീക്ഷിച്ചിട്ട് അതിപ്പോ ജൂലൈയിലേക്ക് മാറിയിട്ടുണ്ട്. ജൂലൈയിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. സോ ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുന്നിൽ ഈ എക്സാം എന്തായാലും വരും, അധികം വൈകില്ല എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പുമാണ്. സോ ഈ എക്സാമുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് അല്ലെങ്കിൽ RRB JEE പോസ്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ തുടർന്ന് മറ്റൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RRB ജൂനിയർ എഞ്ചിനീയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഇൻ ഹാൻഡ് സാലറിയെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് നേരെ ഈ ഒരു ടോപ്പിക്കിലേക്ക് തന്നെ വരാം. അപ്പൊ ഞാൻ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. സാലറി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ബേസിക് പേ എന്ന് പറയുന്നത് 35,400 ആണ്. അത് എല്ലാവർക്കും, അതായത് നിങ്ങൾ ഏത് പോസ്റ്റിലാണെങ്കിലും ഇത് തന്നെയായിരിക്കും നിങ്ങൾക്ക് ബേസിക് പേ വരുന്നുണ്ടാവുക. 35,400 ആയിരിക്കും വരുന്നുണ്ടാവുക. അതേപോലെ ഡിയർനെസ് അലവൻസ് അഥവാ DA എന്ന് പറയുന്നത് 17,700. ഇതും എല്ലാവർക്കും ഒരുപോലെ തന്നെയായിരിക്കും വരുന്നുണ്ടാവുക. HRA വരുന്നത് 3,200 മുതൽ 9,500 രൂപ വരെയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു വേരിയേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം സിറ്റീസ് ഒക്കെ വരുന്ന സമയത്ത് ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് C സിറ്റീസ് ആണ് ഉണ്ടാവുക അല്ലെ. ഇപ്പൊ നിങ്ങൾ നിൽക്കുന്നത് ഡൽഹി അല്ലെങ്കിൽ ചെന്നൈ പോലുള്ള മെട്രോ സിറ്റികളിലാണെങ്കിൽ അവിടെ HRA കൂടുതൽ കിട്ടാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അതേസമയം നിങ്ങൾ കുറച്ചുകൂടി റൂറൽ ആയിട്ടുള്ള ഏരിയാസിലാണെങ്കിൽ നിങ്ങൾക്ക് HRA കുറവായിരിക്കും. സോ HRA ഒരു 3,200 മുതൽ ഒരു 9,500 വരെയൊക്കെ വരുന്നുണ്ട്. സോ ആ രീതിയിലായിരിക്കും അവിടെ ഒരു വേരിയേഷൻ വരുന്നുണ്ടാവുക. അതേപോലെ TA നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അത് 2,400 മുതൽ 4,800 വരെയാണ്. അതേപോലെ മറ്റൊരുപാട് അലവൻസുകൾ ചേർത്ത് കഴിഞ്ഞാൽ ഏതാണ്ട് 8,000 റുപ്പീസിന്റെ അലവൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ലഭിക്കുന്നുണ്ട്. അപ്പൊ ഇൻ ഹാൻഡ് സാലറി നോക്കുകയാണെങ്കിൽ ഞാൻ ഇനിയും പറയാണ്, ഇൻ ഹാൻഡ് സാലറി നിങ്ങൾക്ക് കിട്ടുന്ന പോസ്റ്റിംഗ് കിട്ടുന്ന സ്ഥലത്തിനെ കൂടി ഡിപ്പെൻഡ് ചെയ്യും. അതായത് ഒരു ക്ലാസ് A സിറ്റിയിലാണെങ്കിൽ 70,148 ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ ഒരു ക്ലാസ് B സിറ്റിയിലാണെങ്കിൽ 64,000 ആയിരിക്കും നിങ്ങളുടെ ഇൻ ഹാൻഡ് സാലറി. അതേപോലെ ഒരു ക്ലാസ് C സിറ്റിയിലാണെങ്കിൽ 61,000 ആയിരിക്കും നിങ്ങളുടെ ഇൻ ഹാൻഡ് സാലറി ആയിട്ട് വരാൻ പോകുന്നത്. പ്രത്യേകം മനസ്സിലാക്കുക, സ്റ്റാർട്ടിംഗ് സാലറിയാണ് കേട്ടോ ഈ ഒരു സാലറി എന്ന് പറയുന്നത്. സ്റ്റാർട്ടിംഗ് സാലറിയാണ്. ഇനീഷ്യലി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ട്രെയിനിങ് പീരീഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഇൻ ഹാൻഡ് സാലറിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും ഓരോ വർഷവും അതിങ്ങനെ ഇൻക്രിമെന്റ് വന്നുകൊണ്ട് ഏറ്റവും മികച്ച സാലറിയിലേക്ക് വീണ്ടും ഇത് പോയിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത് ഇത് വളരെ ഹൈ ആയിട്ടുള്ള ഒരു സാലറിയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. സോ നിങ്ങൾ ഈ ഒരു ജോബിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ഈ സാലറിയെ കുറിച്ച് നിങ്ങളുടെ മൈൻഡിലേക്ക് കടന്നു വരണം. ഇത്രയും നല്ലൊരു സാലറിയുള്ള കേന്ദ്ര ഗവൺമെന്റിലെ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ജോബാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഒരിക്കലും ഇത് നിസ്സാരമായിട്ട് കിട്ടില്ല. കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ RRBയുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാം ക്രാക്ക് ചെയ്യാൻ കഴിയുള്ളൂ. സോ ഇനിയും RRB JEE എക്സാമിന് പ്രിപ്പയർ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ പഠിച്ചോളൂ. ഇനി അതല്ല, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസോട് കൂടി പഠിക്കാനാണ് താല്പര്യമെങ്കിൽ എൻട്രിയുടെ ഏറ്റവും മികച്ച അധ്യാപകരുടെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, RRB JEE എക്സാമിന് വേണ്ടി നടത്തുന്നുണ്ട്. RRB JEE എക്സാമിന്റെ ഫൈനൽ ഗോൾഡ് ബാച്ചിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഈ ഒരു സ്പെഷ്യൽ ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താലും ഞങ്ങൾ കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് സിലബസ് ഓറിയന്റഡ് ആയിട്ട് വരാനിരിക്കുന്ന എക്സാമിന് എഫക്റ്റീവ് ആയിട്ട് ക്രാക്ക് ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സസ്, എക്സാംസ്, നോട്ട്സ് തുടങ്ങിയ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഈ എക്സാമുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. നല്ല വിജയങ്ങൾക്ക് വേണ്ടി നേരത്തെ പഠിച്ചു തുടങ്ങണം, ഹാർഡ് വർക്ക് ചെയ്യണം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല വിജയം കരസ്ഥമാക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.